സിപിഎമ്മിനും പോലീസിനും ശക്തമായ താക്കീതായി തൃശൂരിൽ ബിജെപിയുടെ കമ്മീഷണർ ഓഫീസ് മാർച്ച്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ച് മാർച്ച് അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചെങ്കിലും ബിജെപി പ്രവർത്തകർ ശക്തമായി പ്രതിരോധിച്ചു. 2029-ലും 2034-ലും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ MP ആകുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഓഫീസിലും ബിജെപി നേതാക്കൾക്കുമെതിരെ ഉണ്ടായ അതിക്രമത്തിൽ ബിജെപി കൃത്യമായി കണക്ക് ചോദിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. പിണറായി വിജയന്റെ പോലീസിനെതിരെയുള്ള അതിശക്തമായ പഴയ നടക്കാവിലെ BJP ഓഫീസിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. നൂറുകണക്കിന് BJP പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധം കമ്മീഷണർ ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. എന്നാൽ തീർത്തും സമാധാനപരമായി നടന്ന മാർച്ചിന് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ജലപീരങ്കിക്ക് മുന്നിൽ മുട്ടുമടക്കാതിരുന്ന BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുവരെ പ്രതിഷേധിച്ചു. തുടർന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുറുനരികൾ കുരച്ചാലും ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടിത്തന്നെ നിൽക്കുമെന്നും 2029-ലും 34-ലുമൊക്കെ തങ്ങളുടെ MP-യായി തൃശൂർകാർ സുരേഷ് ഗോപിയെ തന്നെ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ, എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. പൂരം ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. 2029-ലും സുരേഷ് ഗോപി, 2034-ലും സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, കുറുനരികൾ കുറച്ചുകൊണ്ടേയിരിക്കുക. ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഈ പൂരത്തിന്റെ മണ്ണിൽ, വടക്കുന്നാഥന്റെ മണ്ണിൽ, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ അങ്ങനെ നിവർന്നു നിൽക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണം, മറിച്ച് അക്രമം അഴിച്ചുവിട്ടാൽ നോക്കി നിൽക്കില്ലെന്നും BJPയുടെ മുന്നേറ്റത്തിൽ വിരളി പൂണ്ടാണ് ഇടത് വലതു മുന്നണികൾ അക്രമം അഴിച്ചുവിടുകയും വ്യാജ ആരോപണങ്ങൾ നിരത്തുകയും ചെയ്യുന്നതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. കരിയോയിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഒഴിക്കും എന്നാണ്. അപ്പം വെക്കാൻ മാത്രം ബുദ്ധിയില്ല. പിണറായി വിജയനെ കാണുമ്പോ പേടികൊണ്ട് വിറയ്ക്കുന്ന ഗോവിന്ദൻ മാഷ് വിചാരിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി ബക്കറ്റിലെ കരിയോയിലും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും, മാർക്സിസ്റ്റുകാർ ഇറങ്ങും, ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും, പോലീസ് വരും, കുറെ അക്രമ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലേ? എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദൻ മാഷ് പഠിച്ചത്, അത് മനസ്സിലാക്കണം. നഗരത്തിൽ മഴയെപ്പോലും അവഗണിച്ചാണ് നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ജനം, തൃശൂർ.